പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുടനീളം ബാങ്ക് വിളിച്ചിരുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മദീനയിൽ നിന്നും ബിലാൽ റളിയല്ലാഹു അൻഹു യാത്രയാവുകയാണ്. സിറിയയിൽ പോയി താമസിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സിറിയ പിടിച്ചടക്കുന്ന സമയം ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കയ്യിൽ വരികയാണ്. ആ ചരിത്ര മുഹൂർത്തത്തിൽ സ്വഹാബികളെല്ലാം തിങ്ങി നിറഞ്ഞ ആ സദസ്സിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബികൾ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കാണുകയാണ്. ആ സമയം സ്വഹാബികൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അവരുടെ ഒരുപാട് നേരത്തെ നിർബന്ധത്തിനു ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആദ്യമായി ബാങ്ക് വിളിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്ന ആ സമയം അവിടെയുണ്ടായിരുന്ന മുഴുവൻ സ്വഹാബികളുടെയും ഓർമ്മകൾ ആ പഴയ കാലത്തേക്ക് പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചിലവഴിച്ച നിമിഷങ്ങൾ അവരുടെ ഓർമ്മകളിൽ നിറഞ്ഞു. ആ പള്ളിയിലുള്ള മുഴുവൻ ആളുകളും പൊട്ടിക്കരഞ്ഞു. ഏറ്റവും അധികം തേങ്ങി തേങ്ങി കരഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്നുണർന്നുകൊണ്ട് കരയുകയാണ്. ആ സമയം ഭാര്യ ചോദിച്ചു, അങ്ങ് എന്തിനാണ് കരയുന്നത്? ഞാൻ സ്വപ്നത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അവിടുന്ന് എന്നോട് ചോദിച്ചു, ഓ ബിലാൽ, എന്നോട് പിണക്കമാണോ? എന്നെ സന്ദർശിക്കാൻ വരുന്നില്ലേ? ഉടനെ ബിലാൽ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ വെച്ച് കണ്ടുമുട്ടി. പ്രവാചകരുടെ കാലത്ത് നിങ്ങൾ വിളിച്ച പോലെ ഒരു ബാങ്ക് വിളിക്കാമോ ബിലാലെ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. താങ്കൾ എന്നോട് ക്ഷമിക്കണം, എനിക്കതിന് കഴിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ മദീനയിൽ ബാങ്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ റസൂൽ ഉണ്ടായിരുന്ന സമയം നിസ്കാരത്തിൻ്റെ സമയമായാൽ ഞാൻ ഹബീബിൻ്റെ അടുക്കൽ പോയിട്ട് പറയുമായിരുന്നു, നിസ്കാരത്തിന് സമയമായ ഹബീബേ, ഇപ്പോൾ ഞാൻ അതെങ്ങനെ പറയും? ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നതറിഞ്ഞ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണാനെത്തി. ബിലാൽ റളിയല്ലാഹു അൻഹു അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കാൻ അവർ രണ്ടുപേരും ആവശ്യപ്പെട്ടു. അത് നിരസിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കഴിയുമായിരുന്നില്ല. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കയറി നിൽക്കാറുള്ള സ്ഥലത്ത് കയറി നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ തുടങ്ങി. മദീന സ്തംഭിച്ചുപോയി. മദീന നിവാസികൾ പൊട്ടിക്കരയാൻ തുടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് തിരിച്ചു വന്നോ? ആളുകൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. പ്രവാചകരുടെ കാലത്ത് കേട്ട അതേ ശബ്ദം പോലെ ആളുകൾ കമ്പോളത്തിൽ നിന്നും വീടുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. വീടുകളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ പരിഭ്രാന്തരായി പുറത്തേക്കിറങ്ങി. ബാങ്ക് കേട്ട ഭാഗത്തേക്ക് എല്ലാവരും ഓടിയടുക്കുന്നു. തിരുനബി മടങ്ങി വന്നോ? തിരുനബി മടങ്ങി വന്നോ? എല്ലാവരും അന്വേഷിക്കുകയാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ അഷ്ഹദു അന്ന മുഹമ്മദ് എന്നെത്തിയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ശബ്ദമിടറി. ബാങ്ക് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ബാങ്ക് കൊടുക്കാൻ കയറി നിന്ന സ്ഥലത്ത് നിന്നും താഴെ ഇറങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മദീന ഇത്രത്തോളം കരഞ്ഞ മറ്റൊരു ദിവസമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ച ആ ദിവസം. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ്.